കോയമ്പത്തൂരിൽ വീട്ടിനുള്ളിൽ കയറിയ ഒരു കാട്ടാന അടുക്കളയൊക്കെ തകർത്തു. പെരിയനായിക്കം പാളയം ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നാണ് ഈ സംഭവം ഉണ്ടായത്. 3 ദിവസം മുമ്പ് ഇവിടെ കാട്ടാന ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, എല്ലായിടവും കാട്ടാനയുടെ ആക്രമണമാണല്ലോ. റഹീസ് പറയൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് എസ് കെ. ഈ അടുക്കളയിൽ പൂർണ്ണമായും കയറാൻ കഴിയാത്ത, അല്ലെങ്കിൽ വീട്ടിനുള്ളിലേക്ക് പൂർണ്ണമായിട്ട് കയറാൻ കഴിയാത്തതിന്റെ എല്ലാ കലിപ്പും ആന തീർത്തിട്ടുണ്ട്. കാരണം ഈ വീട്ടിനകത്തുണ്ടായിരുന്ന, അടുക്കളയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനവും നശിപ്പിച്ചതിന് ശേഷമാണ് ആന പോയിരിക്കുന്നത്. അതായത് പെരിയനായിക്കം പാളയം ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നുള്ള തീർക്കുപാളയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആന ഇവിടെ എത്തിയത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവർക്ക് ജോലിയില്ലായിരുന്നു. ഇവർ 4 പേർ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ആന ഇത്തരത്തിൽ പിൻവശത്ത് അടുക്കളയുടെ വാതിലിലേക്ക് അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് പൂർണ്ണമായും അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു, പാത്രങ്ങളൊക്കെയും തള്ളിയിട്ടു. ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ളത് എടുത്ത് എറിഞ്ഞതിന് ശേഷമാണ് ആന മടങ്ങിയത്. ഇത് ഈ പെരിയനായിക്കം പാളയം ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാന ശല്യമുണ്ട്. നേരത്തെ തന്നെ ഇവിടെ ആന ഇറങ്ങുന്ന ഇടമാണ്. ഒരു 3 ദിവസം മുൻപ് ഒരു കർഷകനെ ആന ഇവിടെ ചവിട്ടി കൊന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ആളുകളൊക്കെ വലിയ പരിഭ്രാന്തരായിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇപ്പോൾ വീടിനുള്ളിലേക്ക് പോലും ആന കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ആളുകളെ വല്ലാതെ പരിഭ്രാന്തപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ അവിടെ ഒരു പ്രതിഷേധമൊക്കെ ഇതിനിടയിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിനകത്തുണ്ടായിരുന്ന ആള് തന്നെയാണ് ഇതിന്റെ ഫോട്ടോയും മറ്റുമൊക്കെ ദൃശ്യങ്ങളൊക്കെ എടുത്തത്. മാത്രമല്ല, ഫോറസ്റ്റുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 3 സംഘങ്ങളായി ഈ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലായി ഇവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാടിന് സമീപത്തുള്ള സ്ഥലമാണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പലരോടും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. പക്ഷേ